കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചയിൽ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ്. കഠിനാധ്വാനം ചെയ്ത പ്രവർത്തകരെ നിരാശരാക്കുന്ന ചർച്ചയാണിതെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം പറഞ്ഞു. മുഖ്യമന്ത്രി തീരുമാനിക്കണമെങ്കിൽ ഭൂരിപക്ഷം കിട്ടണമെന്നും ലീഗ് ഓർമ്മപ്പെടുത്തി. KC വേണുഗോപാലിന്റെ അനുയായി AP അനിൽകുമാർ പാണക്കാട് എത്തിയതിലും ലീഗിന് അതൃപ്തിയുണ്ടെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുമ്പുള്ള കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ കടുത്ത അമർഷത്തിലാണ് മുസ്ലിം ലീഗ്. വെയിലുകൊണ്ട് പ്രവർത്തകരെ നിരാശരാക്കുന്ന ചർച്ചയാണെന്നും ഇതിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ പിന്തിരിയണമെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PM.A. സലാം ആവശ്യപ്പെട്ടു. ചർച്ച പുറത്തു വരുന്നത് പൊതുസമൂഹത്തിൽ വിടുന്നത് ശരിയല്ല, ഒരു ഉചിതമായ നടപടിയല്ല എന്ന് മുസ്ലിം ലീഗ് ഉറച്ചു വിശ്വസിക്കുകയാണ്. വോട്ടർമാരുടെ ഇടയിലും UDF പ്രവർത്തകരുടെ ഇടയിലും നൈരാശ്യമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് നേതാക്കൾ പോകരുത് എന്നാണ് മുസ്ലിം ലീഗിന്റെ ഒരു പൊതു അഭിപ്രായം. മുഖ്യമന്ത്രി ചർച്ചയിൽ ഹൈക്കമാൻഡ് തീരുമാനത്തിനൊപ്പം ലീഗ് നിൽക്കും. അഭിപ്രായം ചോദിച്ചാൽ അപ്പോൾ പറയും. മത്സരിക്കാത്തയാൾ മുഖ്യമന്ത്രിയാകുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിന് സലാമിന്റെ മറുപടി ഇങ്ങനെ: അല്ല, അതാ ഞാൻ പറഞ്ഞത്. കേരളത്തിന്റെ ചരിത്രത്തിൽ പണ്ടും ഉണ്ടായിട്ടുണ്ട്. CH മേനോനി രാജ്യസഭ MP ആയിരിക്കുമ്പോഴാണ് കേരളത്തിൽ കൊണ്ടുവന്ന് അന്നത്തെ ഐക്യമുന്നണി മുഖ്യമന്ത്രിയാക്കിയത്. ഞാൻ അതല്ല പറഞ്ഞത്, ന്യായീകരിക്കല്ല. പക്ഷേ ഈ ചർച്ചകൾ ഇപ്പൊ അനാസ്വരത്തിലാണ്. മുഖ്യമന്ത്രി ചർച്ചയിലെ അതൃപ്തി പരസ്യമായി അറിയിക്കാൻ ലീഗ് തീരുമാനിച്ചതിന്റെ ഭാഗമാണ് PM.A. സലാമിന്റെ പ്രതികരണം. പാണക്കാട് സാദിഖ് അലി തങ്ങളുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും നിർദ്ദേശപ്രകാരമായിരുന്നു PM.A. സലാമിന്റെ വാർത്താ സമ്മേളനമെന്നാണ് സൂചന. മുഖ്യമന്ത്രി ചർച്ച നടക്കുന്നതിനിടെ KC വേണുഗോപാലിന്റെ അനുയായിയായ KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ പാണക്കാട് എത്തിയതിലും ലീഗിന് അതൃപ്തിയുണ്ടെന്നാണ് സൂചന. മുഖ്യമന്ത്രി തർക്കത്തിലേക്ക് പാണക്കാടിനെ വലിച്ചിഴച്ചുവെന്നും വിലയിരുത്തലുണ്ട്. സ്വാഭാവികമായ കൂടിക്കാഴ്ചയെന്നാണ് ലീഗിന്റെ പരസ്യമായ വിശദീകരണം. മീഡിയ 1 മലപ്പുറം.